മനുഷ്യ ജീവിതത്തിൽ വലിയ വലിയ പ്രതിബന്ധങ്ങളും വലിയ വലിയ പ്രതികൂലങ്ങളും മനുഷ്യൻ ഫേസ് ചെയ്യേണ്ടതായ സാഹചര്യങ്ങൾ വരും. കാറ്റിനാൽ ഉലയുന്ന വൃക്ഷം പോലെ, കാറ്റിനാൽ ഉലയുന്ന പടകിനെ പോലെ ഈ പ്രതികൂല സാഹചര്യങ്ങളിൽ എങ്ങനെ കുലുങ്ങാതെ നിൽക്കണമെന്ന് പഠിക്കേണ്ടത് വളരെ ആവശ്യമാണ്. പ്രതികൂലങ്ങളിൽ കുലുങ്ങാതെ എങ്ങനെയാണ് നിൽക്കുന്നതെന്ന് ഒരു സന്ദേശമാണ് ഇന്ന് ദൈവവചനത്തിൽ കൂടെ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നത്. 125 സങ്കീർത്തനത്തിൻ്റെ 1-ാമത്തെ വാക്യം, യഹോവയിൽ ആശ്രയിക്കുന്നവൻ കുലുങ്ങാതെ എന്നേക്കും നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെയാകുന്നു. ഒരു മനുഷ്യൻ ദൈവത്തിൽ ആശ്രയിച്ചാൽ അവൻ്റെ ലൈഫ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ കുലുക്കമില്ലാത്ത ഒരു പർവ്വതം പോലെ ആയിരിക്കും. എത്ര വലിയ കാറ്റടിച്ചാലും കാറ്റ് പർവ്വതത്തിൽ തട്ടി, കാറ്റിൻ്റെ ദിശയിൽ പോകുമ്പോഴും പർവ്വതത്തിന് ചലനമില്ലാതെ നിൽക്കുന്നത് പോലെ ഏതു വലിയ പ്രതിസന്ധികളിലും ഒരു ദൈവ പൈതൽ ഉറച്ചു നിൽക്കണമെങ്കിൽ തികഞ്ഞ ദൈവാശ്രയം അവന് വേണം. വലിയ മരങ്ങൾ നിൽക്കുന്ന സ്ഥലങ്ങളിൽ നമ്മൾ നോക്കിയാൽ കാറ്റടിക്കുമ്പോൾ കാറ്റിൻ്റെ മുമ്പിൽ പിടിച്ചു നിൽക്കുവാൻ കഴിയാതെ, സ്തോത്രം, വൃക്ഷത്തിൻ്റെ ശിഖരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആടിക്കളിക്കുമ്പോൾ അത് നിലംപരിചാകുമോ എന്ന് പോലും നമുക്ക് തോന്നാം. എന്നാൽ ഒരു ദൈവപൈതലിൻ്റെ ജീവിതം അങ്ങനെയാകരുത്. ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ദൈവപൈതലിനോട് വചനം പഠിപ്പിക്കുകയാണ്, നീ പൂർണ്ണമായി ദൈവത്തിൽ ആശ്രയിക്കുന്നെങ്കിൽ നിന്നെ തകർത്തെറിയുവാൻ വരുന്ന പ്രതികൂല കാറ്റുകളുടെ നടുവിൽ ഒരു പർവ്വതം തലപൊക്കി നിൽക്കുന്നത് പോലെ, സ്തോത്രം, നിങ്ങൾ തലപൊക്കി നിൽക്കുവാൻ ഇടയായിത്തീരും. അതിന് ബൈബിൾ പഠിപ്പിക്കുന്ന ഒരു സന്ദേശം, നമുക്ക് ആഴമേറിയ ദൈവാശ്രയം വേണം. ഞാൻ ഈ മെസ്സേജ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പ്രതികൂലത്തിൻ്റെ നടുവിലൂടെ, പിടിച്ചു നിൽക്കാൻ വയ്യാത്ത കാറ്റുകളുടെ നടുവിലൂടെ നീ കടന്നു പോകുകയാണെങ്കിൽ, ദൈവാശ്രയം നിന്റെ മേൽ വരുമ്പോൾ ഒരു വൃക്ഷം പോലെ ആയിരിക്കുന്ന നിന്റെ ജീവിതം ഒരു കാറ്റിന് ഒലയ്ക്കാൻ കഴിയാത്ത ഒരു പർവ്വത സമാനമായി മാറുകയാണ്. ദൈവാശ്രയം ഒരു മനുഷ്യന്റെ അകത്ത് വരുമ്പോൾ അവൻ കരുത്തനാകും. പ്രതിസന്ധിയുടെ നടുവിൽ അവൻ സന്തോഷത്തോടെ പോകുന്നവനാകും. നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം, കർത്താവേ, ആമീ, പ്രതിസന്ധിയുടെ നടുവിൽ ഒരു പർവ്വതം തലപൊക്കുന്ന പോലെ തലപൊക്കി നിൽക്കുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കാം. ഒന്നിച്ച് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഞങ്ങൾ അനുഭവിക്കുന്ന പ്രതിസന്ധികളുടെ നടുവിൽ, പ്രതികൂല കാറ്റുകളുടെ നടുവിൽ ഞങ്ങൾ ആടി ഉലയാതെ ദൈവത്തിൽ ആശ്രയിച്ച് ഉറച്ചു നിൽക്കുന്ന ഒരു പർവ്വതം പോലെ ഞങ്ങളുടെ ജീവിതമായിത്തീരുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ നിന്റെ നാമം ചൊല്ലി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ അനുഗ്രഹിക്കപ്പെടട്ടെ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. പൂർണ്ണമായ ദൈവാശ്രയം ഉണ്ടാകട്ടെ. ദൈവം നിന്നെ അനുഗ്രഹിക്കും. ഗോഡ് ബ്ലസ് യു.